ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. മേഘഗംഭീരയാ വാച നാമഭിർദൂരകാൻ പശൂൻ ക്വചിദാഹ്വയതി പ്രീത്യാ ഗോപാലമനോജ്ഞയാ. മേഘഗംഭീരയാ, നല്ല ഇടിമുഴക്കം പോലെയുള്ള അങ്ങനത്തെ പോലെയുള്ള ശബ്ദം. വാച, വാക്കുകൊണ്ട്. നാമഭിർദൂരകാൻ, നാമഭിഹി ദൂരകാൻ, രണ്ട് വാക്കുകളാണ് അവിടെ. നാമഭിഹി എന്ന് പറഞ്ഞാൽ അവയുടെയൊക്കെ പേരുകൾ കൊണ്ട് തന്നെ ദൂരകാൻ, ദൂരത്തു പോയ പശൂൻ, പശുക്കളെ. ക്വചിത് ആഹ്വയതി പ്രീത്യ, ക്വചിത്ത് ആഹ്വയതി, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ വരുന്നത്. ക്വചിത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, ആഹ്വയതി എന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്യുന്നു. പ്രീത്യ, അത്യധികം പ്രീതിയോടുകൂടി, സന്തോഷത്തോടുകൂടി. ഗോപാല മനോജ്ഞയ, ഗോ എന്ന് പറഞ്ഞാൽ ഗോക്കള്, പശുക്കള്. ഗോപാല, ആ ഗോക്കളെ മേയ്ക്കുന്നതായിട്ടുള്ള ഗോപന്മാരുടെയും. മനോജ്ഞയ, മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന. അപ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യുക, ഇടിമുഴക്കം പോലെ വളരെ ഗംഭീരമായതായിട്ടുള്ള, അതേപോലെ തന്നെ ആ ശ്രവണമാത്ര കൊണ്ട് തന്നെ ഗോപന്മാരുടെയും പശുക്കളുടെയും ഒക്കെ മനസ്സിനെ ഹരിക്കുന്നതുമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ദൂരേക്കു പോകുന്ന പശുക്കളെ, അവയ്ക്ക്, ഈ പശുക്കൾക്കൊക്കെ ഓരോരോ പേരുകളുണ്ട്. അപ്പോൾ അവയുടെ പേരുകൾ വിളിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവം, വളരെയേറെ പ്രീതിയോടുകൂടി അവയെയൊക്കെ തിരികെ കൊണ്ടുവരുന്നു. ഈ പശുക്കളെയൊക്കെ നമുക്കറിയാം, ഒരുപാട് പശുക്കളുണ്ട്. അവയെയൊക്കെ ഓരോരോ നാമം കൊടുത്താണ് ഇവർ, ഈ ഗോകുലത്തിലുള്ളവർ തങ്ങളുടെ പശുക്കളെ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ പേരുകൾ വിളിക്കുന്നു. ആ പേരുകൾ അങ്ങനെ ഉറക്കെ വിളിക്കും. എന്താ, ദൂരേക്ക് പോയതാണ്. അപ്പോൾ അങ്ങ് കേൾക്കാൻ വേണ്ടിയിട്ട്, അതാണ് പറഞ്ഞ് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം. ആ ശബ്ദത്തിൽ ഭഗവാൻ, അതേസമയം ഭഗവാന്റെ വിളി എങ്ങനെയാണ്, പ്രീത്യ, അത്യധികം പ്രീതിയോടുകൂടിയാണ് ഭഗവാൻ വിളിക്കുന്നത്. ആ വിളിക്കുമ്പോൾ ഭഗവാന്റെ ആ വിളിക്കായി കാതോർത്തിരിക്കുന്ന പശുക്കൾ എത്ര ദൂരെ പോയാലും അപ്പോൾ തന്നെ ഓടി ഭഗവാന്റെ അടുത്തെത്തും. ആ വിളി കേൾക്കുന്നതിന് വേണ്ടിയാണോ ഈ പശുക്കൾ ദൂരേക്ക് പോകുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മേഘഗംഭീരയാ വാച നാമഭിർദൂരകാൻ പശൂൻ ക്വചിദാഹ്വയതി പ്രീത്യ ഗോപാലമനോജ്ഞയാ. ശ്ലോകം എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. ഇതിൽ നാമഭിർദൂരകാൻ, അവിടെ ദ കൂട്ടക്ഷരമാണ്. അതേപോലെ ക്വചിദാഹ്വയതി, ക്വചിത്ത് ആഹ്വയതിയാണ് ദായുടെ ആകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. ചക്രോരക്രൗഞ്ച ചക്രാഹ്വ ഭാരദ്വാജാംശ്ച ബർഹിണ അനുരൗതി സ്മ സത്വാനാം ഭീതവദ്വ്യാഘ്രസിംഹയോ. ആദ്യത്തെ ഒരു വാക്ക് കുറച്ചധികം വലിയ വാക്കാണ്. ചകോര ക്രൗഞ്ച ചക്രാഹ്വ ഭാരദ്വാജാംശ്ച. ചകോരം എന്ന് പറഞ്ഞാൽ ചെമ്പോത്താണ്. ക്രൗഞ്ചം എന്ന് പറഞ്ഞാൽ ക്രൗഞ്ചപക്ഷി. അതേപോലെ ചക്രാഹ്വ ഭരദ്വാജാംശ്ച, ചക്രവാകം. അതേപോലെ ഭാരദ്വാജാംശ്ച എന്ന് പറഞ്ഞാൽ മയിൽ മുതലായ പക്ഷികൾ. ബർഹിണ, ബർഹിണ എന്ന് പറഞ്ഞാൽ മയിലാണ്. അപ്പോൾ തുടങ്ങിയ ആദ്യമായിട്ടുള്ള
പക്ഷികൾ അനുരൗതി സ്മ സത്വാനാം. അനുരൗതി എന്ന് പറഞ്ഞാൽ അതേപോലെ അനുകരിക്കുക. സത്വാനാം ജന്തുക്കളുടെ മധ്യത്തിൽ, അവിടെ ധാരാളം ജന്തുക്കളൊക്കെയുണ്ട്, കാട്ടുമൃഗങ്ങളൊക്കെയുണ്ട്. അവയ്ക്കിടയിൽ ഭീതവത് വ്യാഘ്രസിംഹയോ, ഭീതവത് ഭയപ്പെട്ടവനെ പോലെ നടിച്ചുകൊണ്ട്, വ്യാഘ്രസിംഹയോ വ്യാഘ്രസിംഹങ്ങളിൽ നിന്ന്, അതായത് പുലി, സിംഹം മുതലായവയിൽ നിന്ന് ഭയന്നിട്ടെന്ന പോലെ ഭഗവാൻ ഭാവിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള കാട്ടുമൃഗങ്ങളും അതേപോലെ പക്ഷികളുമുണ്ട് എന്ന് പറഞ്ഞു. ചെമ്പോത്ത്, ക്രൗഞ്ചം, ചക്രവാകം, അതേപോലെ ഭാരദ്വാജം, മയിലുകൾ തുടങ്ങിയ പക്ഷികളൊക്കെ ശബ്ദമുണ്ടാക്കുമ്പോൾ അവയെപ്പോലെ തന്നെ അനുകരിച്ചുകൊണ്ട് തിരികെ ശബ്ദമുണ്ടാക്കുന്ന ഭഗവാൻ അതേസമയം തന്നെ സിംഹം, പുലി തുടങ്ങിയ മൃഗങ്ങളെ ഭയന്നിട്ട് ഓടുന്ന മാനിനെ കണ്ടാൽ ആ മാനിനെ പോലെ ഭഗവാനും അതിൻ്റെ പിറകെ ഓടും. സിംഹവും പുലിയുമൊക്കെ ഗർജിക്കുന്നത് കേട്ടാൽ ഭഗവാനും അതുപോലെ ശബ്ദമുണ്ടാക്കും കൃഷ്ണനുണ്ണി. എന്നാലോ അവയുടെ ശബ്ദം കേൾക്കുമ്പോൾ പേടിച്ചവനെ പോലെ അഭിനയിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഭഗവാന്, കൃഷ്ണനുണ്ണിക്ക് ആരെയും ഒന്നിനെയും ഭയമില്ല. ഭയം പോലും ഭഗവാനെ ഭയന്ന് മാറി നിൽക്കുന്നതാണ് എന്ന് നമുക്ക് ഭാഗവതത്തിൽ മറ്റൊരു വേളയിൽ കാണാം. ഇവിടെ അപ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് ഭയന്നവനെ പോലെ, ഭീതവത് എന്ന് പറയാൻ കാരണം ഭഗവാൻ ഭയമില്ലാത്തവനാണ്. ഭഗവാൻ ഒന്നിനെയും ഭയമില്ല. പക്ഷേ അങ്ങനെയൊന്ന് അഭിനയിക്കേണ്ടി വരുന്നു മറ്റു കുട്ടികളുടെ മുൻപിൽ. ഭയക്കേണ്ടതിനെ ഭയക്കണം, അല്ലാതെ ഭയക്കേണ്ടിടത്ത് ധീരനെ പോലെ നടിച്ചാൽ അത് ഭീരുത്വമാണ്. സിംഹക്കൂട്ടിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുക്കുന്നത് ധീരതയല്ല, അത് ഭീരുത്വമാണ്. താൻ ധീരനാണെന്ന് കാട്ടിക്കൂട്ടുവാനായി കാട്ടുന്ന അവിവേകമായ കർമ്മങ്ങളൊക്കെയും ഭീരുത്വമാണ്. ഇവിടെ ഭയക്കേണ്ടതാണ് എന്നുള്ളതിനെയൊക്കെ ഭഗവാൻ ഭയക്കുന്നവനെ പോലെ നടിക്കുന്നു. എന്നാൽ അവയുടെയൊക്കെ ശബ്ദം കേട്ടാൽ, അവരുടെയൊക്കെ ആ ഒരു അലറുന്ന ശബ്ദം കേട്ടാൽ ഭഗവാനും ഒപ്പം അതേപോലെ ഗർജിക്കുന്ന ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ചകോര ക്രൗഞ്ച ചക്രാഹ്വ ഭാരദ്വാജാംശ്ച ബർഹിണ അനുരൗതി സ്മ സത്വാനാം ഭീതവദ്വ്യാഘ്രസിംഹയോ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബർഹിണ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ വ്യാഘ്രസിംഹയോ, അവിടെയും ഒകാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. പിന്നെ ആദ്യത്തെ പാദത്തിലെ ആ വലിയൊരു സമസ്തപദം അത് കഴിയുന്നതും തെറ്റുകൂടാതെ വായിക്കുക. ചകോര ക്രൗഞ്ച ചക്രാഹ്വ ഭാരദ്വാജാം ച, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. അത് തെറ്റുകൂടാതെ കഴിയുന്നതും ചേർത്ത് തന്നെ അത് വായിക്കുകയും ചെയ്യുക. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. ക്വചിത് ക്രീഡാ പരിശ്രാന്തം ഗോപോത്സംഗോപബർഹണം സ്വയം വിശ്രമയത്യാര്യം പാദസംവാഹനാദിഭി. ക്വചിത് ക്രീഡാപരിശ്രാന്തം, ക്വചിത് ചിലപ്പോൾ, ക്രീഡാപരിശ്രാന്തം
ക്രീഡ ചെയ്ത് അതായത് കളിച്ച് പരിശ്രാന്തം ക്ഷീണിച്ചവനായിട്ട് ഗോപോത്സംഗോപബർഹണം ഗോപന്മാരുടെ ഉത്സംഗം എന്ന് പറഞ്ഞാൽ ഗോപന്മാരുടെ മടിത്തട്ടിൽ ഉപബർഹണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ ഗോപന്മാരുടെ മടിത്തട്ട് സ്വയം ഒരു തലയണയാക്കി മാറ്റിക്കൊണ്ട് അവിടോട്ട് കിടന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ കളിച്ച് ക്ഷീണിക്കുമ്പോൾ ഈ ഗോപന്മാരുടെ മടിയിൽ വന്ന് കിടന്നു. സ്വയം വിശ്രമയത്യാര്യം സ്വയം വിശ്രമയതി ആര്യം ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. സ്വയം അതായത് ഭഗവാൻ തന്നെ വിശ്രമയതി വിശ്രമിപ്പിക്കുന്നു. ആര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഏട്ടനായിട്ടുള്ള ആ ബലരാമനെ. പാദസംവാഹനാദിഭി കാല് തഴുകി കൊടുക്കുക അല്ലെങ്കിൽ തലോടുക എന്ന് പറയുന്ന പ്രവൃത്തികളാൽ ഭഗവാൻ എന്തു ചെയ്യും? രാമേട്ടനെയും പിടിച്ചു കിടത്തും. ഭഗവാൻ കളിച്ച് ക്ഷീണിക്കുമ്പോൾ രാമേട്ടനെയും പിടിച്ചു കിടത്തും. എന്നിട്ട് രാമേട്ടനും ആ ഒരു അത്യാവശ്യ വിശ്രമം വേണ്ടത് എന്ന് തോന്നുമ്പോൾ രാമേട്ടനെ കൊണ്ടും വിശ്രമം എടുപ്പിക്കും. തന്നെയല്ല, രാമേട്ടൻ്റെ കാലുകൾ അങ്ങനെ തിരുമ്മിക്കൊടുക്കും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ക്വചിത് ക്രീഡാ പരിശ്രാന്തം ഗോപോത്സംഗോപബർഹണം സ്വയം വിശ്രമയത്യാര്യം പാദസംവഹനാദിഭി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗോപോത്സംഗോപബർഹണം, അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. അതുപോലെ വിശ്രമയത്യാര്യം, വിശ്രമയതി ആര്യമാണ്, പദം പിരിക്കണ്ട. ത്യ എന്ന അക്ഷരത്തിന് അകാരം നീട്ടിയെടുത്താൽ മതിയാകും. അതുപോലെ പാദസംവഹനാദിഭി, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 15-ാമത്തെ ശ്ലോകമാണ്. നൃത്യതോ ഗായത ക്വാപി വദ്ഗതോ യുധ്യതോ മിഥ ഗൃഹീതഹസ്തൗ ഗോപാലാൻ ഹസന്തൗ പ്രശംസതു. നൃത്യതോ ഗായത, നൃത്യത എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നവരും അതുപോലെ ഗായത പാടുന്നവരും. ക്വാപി വൽഗതോ, ക്വാപി ചിലയിടത്ത്, വൽഗത ചാടുന്നവരും. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ്? വൃന്ദാവനത്തിലെ ആ വനങ്ങളിലൂടെ പശുക്കളെ മേയ്ക്കാനൊക്കെ പോകുമ്പോൾ ഭഗവാനും കൂട്ടുകാരും ആ വൃന്ദാവന യാത്ര ആസ്വദിച്ചു കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ചില നേരത്ത് കളിക്കുന്നവരാണ്, ചില നേരത്ത് പാടുന്നവരാണ്, ചില നേരത്ത് ചാടുന്നവരാണ്. പിന്നെ യുധ്യതോമിഥ, യുധ്യത എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവരുമായിട്ടുള്ള, മിഥ എന്ന് പറഞ്ഞാൽ അന്യോന്യം, അങ്ങനെ ചില നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു കൂടുന്നവരായിട്ടുള്ള. ഗ്രഹീത ഹസ്തൗ, ഗ്രഹീത എന്ന് പറഞ്ഞാൽ പിടിക്കുക, ഹസ്തൗ കൈകളൊക്കെ ചേർത്ത് പിടിച്ചും, അതേപോലെ ഗോപാലാൻ ഹസന്തൗ, ഗോപാലാൻ ആ ഗോപാലന്മാരെ ഹസന്തൗ പൊട്ടിച്ചിരിപ്പിച്ചും കൊണ്ടും നിൽക്കുന്നവരായിട്ടും, അതേപോലെ പ്രശംസതു വളരെ പ്രശംസിച്ചു. അപ്പോൾ ചിലപ്പോൾ തമ്മിൽ കളിയാക്കും, ചില സമയത്ത് പാടും എല്ലാവരും കൂടി, ചിലപ്പോൾ ചാടും, ചില സമയത്ത് ഇങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുക. ഇങ്ങനെ പലതരത്തിലുള്ള ക്രീഡകളിൽ ഉല്ലസിക്കുന്ന ഈ ഗോപബാലന്മാരെ നോക്കി ചിരിച്ചുകൊണ്ട്, ചില നേരത്ത് അവരെ പൊട്ടിച്ചിരിപ്പിക്കും, ചില നേരത്ത് കൈകോർത്ത് പിടിച്ചും കൊണ്ട് നിൽക്കുന്ന ആ രാമകൃഷ്ണന്മാർ, അവർ
നാട്യരസം കൊണ്ട്, നാട്യം കൊണ്ട് ഗന്ധർവന്മാർക്ക് തുല്യന്മാരാണ്. യുദ്ധം കൊണ്ടാകട്ടെ സകല ലോകങ്ങളെയും ജയിച്ചവരുമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏറെ പ്രശംസിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നൃത്യതോ ഗായതഃ ക്വാപി വദ്ഗതോ യുധ്യതോ മിഥ ഗ്രഹീതഹസ്തൗ ഗോപാലാൻ ഹസന്തൗ പ്രശംസതു. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മിഥ ഗായത പ്രശംസതു. മൂന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.